ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എവിടെയാണോ നിങ്ങളുള്ളത് അവിടുത്തെ എംപ്രസ് നിങ്ങളായിരിക്കും. നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവറുള്ള ദിവസമാണ്. നിങ്ങളൊരു അബണ്ടൻസിൻ്റെ എനർജിയിലാണെന്നുള്ളത്. നിങ്ങളിന്ന് എവിടെയാണോ അവിടെ ഫെർട്ടൈലായിരിക്കും, അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ വളരെ അബണ്ടൻറ്റും ആയിരിക്കും. ഓക്കെ, അതാണ് എംപ്രസ്. അതായത് നിങ്ങൾ നിങ്ങളെ വളരെയധികം മോടി പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ് എംപ്രസ്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവരിങ്ങനെ നോക്കും, നിങ്ങളുടെ എനർജി ഇങ്ങനെ അവരിങ്ങനെ നോക്കും. നിങ്ങളുടെ ഒരു ഓറ, നിങ്ങളുടെ ഒരു ലുക്ക് ഒക്കെ ഇങ്ങനെ ആളുകൾ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് എംപ്രസ് എനർജി കേട്ടോ. നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ എംപ്രസ് തന്നെയാണ് മറ്റുള്ളവരുടെ അട്രാക്ഷനെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കുന്ന, അതുപോലെ അബണ്ടൻസും മാനിഫെസ്റ്റേഷനും ഒക്കെ വർക്കാവുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അപ്പോൾ പോകുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങളുടെ എനർജി സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ എനർജി സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ, സൂക്ഷിക്കണം അത്. നെക്സ്റ്റ് ഓൾഡ് കാർഡാണ്. ഇതൊരു ഡാൻസിങ് ലേഡിയാണ്. നിങ്ങളിന്ന് വളരെ ഹാപ്പിയാണ്. നിങ്ങളിന്നൊരു യാത്ര പോകുന്നുണ്ടായിരിക്കും. മോസ്റ്റ്ലി എയർ ട്രാവൽ ആയിരിക്കും. ഇനി എയർ ട്രാവൽ അല്ലെങ്കിൽ കൂടി ഒരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡാൻസിങ് ലേഡിയാണ്. ചുറ്റും ആളുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കുക. നിങ്ങൾ ഇവിടെയും പറയുന്നത് യു ആർ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആൻഡ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് യു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടേതായ ഒരു ലോകത്ത് വിരാജിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും ആളുകളിൽ നിന്ന് നിങ്ങളിങ്ങനെ നോക്കുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എനർജി സ്ക്വീസ് ഔട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം മനസ്സിലാവുന്നത് നിങ്ങളൊരു ഗ്യാതറിങ്ങിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞ വേൾഡ് കാർഡും പറയുന്നത്. വേൾഡ് കാർഡ് സക്സസിൻ്റെ കാർഡാണ്, അതുപോലെ കംപ്ലീഷൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ് കേട്ടോ. ഒരു യാത്രയാണ്, ഒരു സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ്. അതുപോലെ ഈ ഡാൻസിങ് ലേഡി നോക്കുന്നത് എംപ്രസിലേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്ന ദിവസം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഫുള്ള് എക്സോസ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഒരു ഊർജ്ജമില്ലാത്ത അവസ്ഥയിലായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് കേട്ടോ. ദെൻ വീണ്ടും വന്നിരിക്കുന്നുണ്ട് 9 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വീണ്ടും പറയുന്നത് ഒരു സഹനമാണ്. അതായത് നിങ്ങൾ കുറച്ച് ഒരു പേടി കാണും. ചിലപ്പോൾ മുൻപുണ്ടായിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു പ്രിക്കോഷൻ എടുക്കണം. നിങ്ങളൊരു എല്ലാ പ്രിക്കോഷനും എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് മുൻപ് ഉണ്ടായിട്ടുള്ള ദുരിതങ്ങൾ കൊണ്ട് ഇയാൾ പേടിക്കുവാണ്. ഇനി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഞാൻ അനുഭവിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് പേടിക്കുന്ന ഒരാളാണ്. അതിനർത്ഥം നിങ്ങൾക്ക് മുൻപും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി സ്ക്വീസ് ഔട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ എങ്ങനെ നോക്കുന്നതും ഒക്കെ നിങ്ങൾക്കൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്നൊരു പേടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലുക്കിനെ ഒക്കെ നിങ്ങൾ പേടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ, ചില ആളുകൾക്ക് ഇന്നൊരു ഡീഫമേഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ആളുകൾ ഗോസിപ്പ് പറയുക, നിങ്ങളെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് ചുറ്റും ആളുകൾ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പേടിക്കുന്നുമുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ നിങ്ങളത് പേടിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. 9 ഓഫ് വാണ്ട് അതാണ് പറയുന്നത് കേട്ടോ. ഇതൊരു സഹനത്തിൻ്റെ കാർഡാണ്. എങ്കിൽ പോലും നിങ്ങൾ കുറച്ച് സഹിക്കേണ്ടി വരും, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും നിങ്ങൾ നിയർ ബൈ കംപ്ലീഷനാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ദെൻ 8 ഓഫ് കപ്സ് ആണ്. ഇത് മനഃപൂർവ്വമായിട്ട് ഒരാളിൽ നിന്ന് മാറി നിൽക്കുന്ന എനർജിയാണ്. ഇത് ഒരാളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതായത് ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഒരിടത്ത് നിന്നും നിങ്ങൾ മനഃപൂർവ്വം ആ ഇമോഷണൽ കണക്ഷനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ തന്നെ കാർഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്കായിരിക്കും പോകുന്നത്. ഇത് ഒരു യാത്രയുടെ കാർഡ് തന്നെയാണ്. ഒരു സ്പിരിച്വൽ വേയിലേക്കായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ, അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കോ. ചിലപ്പോൾ ഇത് നിങ്ങൾ ജോലിസ്ഥലം മാറിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം മാറിപ്പോകുന്നതാവാം. നിങ്ങളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് 8 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. ഡബിൾ കാർഡാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.
റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടികൾ വരുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒബ്സഷൻ തോന്നുക, അട്രാക്ഷൻ തോന്നുക, അത് എന്തിനോടും ആകാം. നിങ്ങൾക്ക് ചില കാര്യങ്ങളോട്, ചില ആളുകളോട്, ചില വസ്തുക്കളോട്, ചില സ്ഥലങ്ങളോടൊക്കെ വല്ലാത്ത ഒബ്സഷൻ തോന്നുന്നതാവാം, അതാകാം. അല്ലെങ്കിൽ ഒരു തരം നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഫീല് വരുന്നതാവാം. ഇത് ശരിക്കും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു കാർഡ് പോലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചു പോവുക. നിങ്ങൾ ഇന്ന് എവിടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കണം. അതുപോലെ ഡെവിൾ കാർഡ് പറയുന്നത് ഒബ്സഷനും അഡിക്ഷനും ഒക്കെ ആണെങ്കിൽ പോലും ഇവിടെ ഒരു നെഗറ്റിവിറ്റിയുടെ കാർഡും കൂടിയാണ്. അതുപോലെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ടാവുകയും ആ തേർഡ് പാർട്ടി നിങ്ങൾക്ക് വിസിബിൾ ആവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളറിയാതെ മൂന്നാമതൊരാൾ വരുന്നതാവാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറഞ്ഞ ഡെവിൾ കാർഡ് കേട്ടോ. ഹീറോഫൻ്റ് ആണ്. അപ്പോൾ ഇത് അമ്പലത്തിലോ ഒക്കെ പോയി പൂജാരി അല്ലെങ്കിൽ വേർഷിപ്പിംഗ് നടത്തുക, വിഗ്രഹാരാധന നടത്തുക, വേർഷിപ്പിംഗ് നടത്തുക, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുക, സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്തുക, അതുപോലെ ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് എടുക്കുക, പിന്നെ മധ്യസ്ഥം, മറ്റുള്ളവരുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ സോൾവ് ആക്കുക, ഇതൊക്കെയാണ് കേട്ടോ. സാമുദായിക നേതാക്കളെ മീറ്റ് ചെയ്യാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇതൊരു നിയമത്തെ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടുന്നു എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളെ രഹസ്യമാക്കി തന്നെ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മോശമാകും, പ്രശ്നമാകും. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അറ്റ് ടൈംസ് നിങ്ങളത് അറിയാതെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പുറത്തു പോകുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങൾ തന്നെ പറയുന്ന നിങ്ങളുടെ രഹസ്യങ്ങൾ ഓർത്ത് പിന്നെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹീറോഫിൻ്റെ. ഓക്കെ, അത് സമുദായത്തെ അല്ലെങ്കിൽ നാടിനെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തെ ഭയപ്പെടുക എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരു സ്പിരിച്വൽ ഗുരുവാണ്. ഗുരുവിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടുക, ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ നേതാക്കന്മാരെ കാണുക, അവരുമായി സംഭാഷണം നടത്തുക, ചർച്ച ചെയ്യുക, അവരിലൂടെ ഒരു കാര്യം നേടിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ഡെവിൾ കാർഡും ഹീറോഫൻറ്റും ഈ എംപ്രസും എല്ലാം കൂടെ വരുമ്പോഴേ ഒരു ഡിഫമേഷൻ്റെ മണം പിടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കയ്യോടെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ വിസിബിൾ ആണ്. അവർ ഇന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും അവരത് പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ സൂക്ഷിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക. ഇന്ന് അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ദെൻ 6 ഓഫ് വാണ്ട് ആണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ അറിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നു. നിങ്ങൾ വിജയിച്ചു വരുന്നു, ഘോഷയാത്രയായി വരുന്നു, അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നാണ്, പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ്. അതിൻ്റെ കൂടെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഒരു കല്യാണത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ചിലപ്പോൾ സെലിബ്രേഷൻസിൽ, മാരേജ് പോലുള്ള റിലേഷൻഷിപ്പുകളിൽ, ഒക്കേഷൻസിൽ നിങ്ങൾ ഒരുപക്ഷെ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞതുപോലെ റീയൂണിയൻ്റെ കാർഡാണ്, അതുപോലെ പബ്ലിക് റെക്കഗ്നേഷൻ്റെയും കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്, അതുപോലെ വിക്ടറിയുടെയും കാർഡാണ്. ഇന്ന് സക്സസിൻ്റെ കാർഡ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ സക്സസ് വരുന്നുണ്ട്, അത് വളരെ എവിഡൻ്റ് ആണ്. കുറച്ച് പേർക്ക് എന്തൊക്കെയോ നിങ്ങൾ പ്രശസ്തരാകാൻ പോകുന്നു. നിങ്ങൾ പല രീതിയിലാണ് പ്രശസ്തി. അതായത് ചിലപ്പോൾ ചിലരുടെ സൗന്ദര്യം കൊണ്ട് പ്രശസ്തരാകുന്നു, ചിലർ വസ്ത്രധാരണ ശൈലി കൊണ്ട് പ്രശസ്തരാകുന്നു, ചിലർ അവരുടെ ഒരു എൻ്റയർ ലുക്ക്, ഒരു അറ്റയർ എന്ന് പറയുന്നത് കൊണ്ട് പ്രശസ്തരാകുന്നു, ചിലർ കഴിവ് കൊണ്ട് പ്രശസ്തരാകുന്നു. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പേർക്ക് ഇന്നൊരു സക്സസിൻ്റെയും വിക്ടറിയുടെയും പ്ലസ് പബ്ലിക് റെക്കഗ്നേഷൻ്റെയും ദിവസമാണ്. അതേപോലെ കുറച്ച് പേർക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുക, അല്ലെങ്കിൽ ഡിഫമേഷൻ, നമ്മളെക്കുറിച്ച് ആളുകൾ മോശം പറയുന്നൊരു എനർജിയും കൂടെ ഉണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. ദെൻ 4 ഓഫ് കപ്സ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുക്കും. എന്ത് ചെയ്യുവാണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മടുപ്പ് തോന്നുക, ഓ വേണ്ടായിരുന്നു, വരണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, പോകണ്ടായിരുന്നു, ആ ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളോട് എന്തെങ്കിലും തന്നാൽ പോലും അയ്യോ എനിക്ക് വേണ്ടേ, വയ്യേ, അയ്യോ വേണ്ടേ എന്ന് പറയത്തില്ലേ, ആ എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുക. ഞാൻ എടുത്ത ചോയ്സ് തെറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു വരേണ്ടത് എന്നൊരു തോന്നൽ വരത്തില്ലേ, ആ ഒരു മടുപ്പാണ് 4 ഓഫ് കപ്സ് കേട്ടോ. മടുക്കുക, ഡിസഗ്രീമെൻറ്റ്, ഡിസപ്പോയിൻമെൻ്റ് ഒക്കെയാണ്.
ദെൻ പേജ് ഓഫ് വാൺസ് നിങ്ങൾ ആരെയോ അഡ്മയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അഡ്മയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അഡ്മയർ ചെയ്യുന്നതാവാം കേട്ടോ. ചില ആളുകൾക്ക് ആളുകളെ മിസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ ചിലർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ചിലരെ മിസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിനിവേശം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളതിനെ വല്ലാതെ ആസ്വദിക്കുന്നു, നിങ്ങളതിനെ വല്ലാതെ റിസ്ക് എടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ പോകുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമായിരിക്കും, പക്ഷെ അതിനെയൊക്കെ അതെന്ത് വന്നാലും ഞാൻ റെഡിയാണ് അതിനെ ഓവർകം ചെയ്യാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ അത്യാഹ്ലാദത്തോടെ അതിലേക്ക് പോകുന്ന ഒരാളാണ് ഈ പേജ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. അതുപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രാരംഭ നടപടി അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് മികച്ച ഒരു വിജയമാണ്. ഇവിടെയും പറയുന്നത് ഏസ് ഓഫ് സോഡ് ഒരു പുതിയ തുടക്കമാണ്, ഒരു ന്യൂ പ്രോജക്റ്റാണ്, അതുപോലെ ഒരു പുതിയ ബന്ധമായിരിക്കാം, അതുപോലെ തന്നെ ഒരു ന്യൂ കോൺഫ്ലിക്റ്റ് ആണ്, മെൻ്റൽ ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തടത്ത് കോൺഫിഡൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ജോബ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ പുതിയ ജോബ് കിട്ടുന്നതായിട്ടും, ഇനി അതല്ല നിങ്ങൾ ഒരു ജോലി വിട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ന്യൂ പ്രോജക്റ്റിലേക്ക് തന്നെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ന്യൂ ബേബിയാണ്. അപ്പം കുഞ്ഞുവാവ ബേബി ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പം ബേബി ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി റെവലേഷൻ ആയിരിക്കാം, അങ്ങനെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ന്യൂ കോൺഫ്ലിക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മെൻ്റൽ ക്ലാരിറ്റി വരുത്തിയത് മാത്രമേ കാര്യങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഫിനാൻഷ്യൽ അബണ്ടൻസും ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷനുമാണ്. അപ്പോൾ പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് ഹോപ്പലപ്പനോ ചൊല്ലുക. പണം ചിലവാക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഓരോ പണവും ചിലവാക്കുമ്പോൾ നിങ്ങളതിനെ ബ്ലെസ് ചെയ്തിട്ട് വേണം പണം ചിലവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, തന്നെ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചറിൽ ഫിനാൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു തുടക്കം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് വളരെ മികച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഡബിൾ കാർഡ് ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഡബിള് വിസിബിൾ ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെയാണ് കാണുന്നത്. കാരണം ഇതൊക്കെ റിലേഷൻഷിപ്പിൻ്റെ കാർഡും സ്റ്റാറ്റസ് കോയും ഒക്കെ കാണുന്നത് കൊണ്ട് കുറച്ചൊരു കോൺഷ്യസ് ആയിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും കോൺഷ്യസ് ആയിരിക്കുക. ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് മാത്രം നടത്തുക. റാൻഡമായിട്ട് വെറുതെ ബ്ല വെക്കാതിരിക്കുക. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് സക്സസിൻ്റെയും വിക്ടറിയുടെയും ദിവസമാണ്. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.